പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലിയോടൊപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തലശ്ശേരി NCC റോഡിലുള്ള ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തെ പ്രത്യേകിച്ചാൽ ഞാൻ ഓൾറെഡി മാരീഡാണ്, മഹാബലിയും വിവാഹിതനാണ്. അങ്ങനെ നേരത്തെ കല്യാണം കഴിച്ചവരും ഇപ്പം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ആഗ്രഹിച്ചിട്ടും പെണ്ണ് കിട്ടാതെ ഇങ്ങനെ ഒരുപാടായിട്ട്, അതായത് ഒരു വർഷക്കാലം പെണ്ണ് നോക്കി ഗൾഫിൽ നിന്നൊക്കെ വന്നാണ്, പെണ്ണ് കിട്ടാത്തതുകൊണ്ട് മതിയപ്പാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നല്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള, നിങ്ങളുടെ മനസ്സിന് അനുയോജ്യമായിട്ടുള്ള, നിങ്ങളുടെ മനസ്സിന് തൃപ്തിയേകുന്ന രീതിയിലുള്ള വിവാഹാലോചനകൾ നിങ്ങൾക്കായിട്ട് സമ്മാനിക്കുന്ന തലശ്ശേരി NCC റോഡിലുള്ള ഇൻറ്റിമേറ്റ് മാട്രിമോണി. സെക്കൻഡ് ഫ്ലോറിലാണ് ഇൻറ്റിമേറ്റ് മാട്രിമോണി, തേർഡ് ഫ്ലോർ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരൊക്കെ ഉണ്ട്. നമുക്ക് മഹാബലിയോടൊപ്പം നേരെ ഇൻറ്റിമേറ്റിലോട്ട് പോവാം. നിങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞാ? ആരെങ്കിലും കല്യാണം കഴിഞ്ഞ താളുടെ ഈ കൂട്ടത്തിൽ? അതില്ല. ഓക്കെ ഓക്കെ. പരോളിൽ വരുന്നതാണ് ഒരു മാസം. അപ്പൊ ആ കൂട്ടത്തിൽ ഈ മാട്രിമോണിയിൽ എത്തി നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായി ഓണം ആഘോഷിക്കുക. ഹാപ്പി ഓണം. ഓക്കെ. അപ്പോൾ ഇൻറ്റിമേറ്റ് മാട്രിമോണി തലശ്ശേരി NSS റോഡിലാണ്, തേർഡ് ഫ്ലോറിലാണ് ഇതിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഓഫീസ് വന്നതോടെ തന്നെ ഒരുപാട് സഹോദരിമാരുണ്ട്. ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യം, ഇവിടെയുള്ള എല്ലാ സഹോദരന്മാരുടെയും കല്യാണം കഴിഞ്ഞതാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ആ മേഡത്തിന്റെ പേര്? പ്രിയ. പേര്? അതുല്യ. മെസ്ലീന, ആ, റീത്ത, ആ, കവിത, ആ, ബിന്ദു, ആ, ഷിംല, ആ, സൂര്യ, രമ്യ, ഒരു തല കൂടിയിട്ടല്ലോ. ജാസ്മിൻ, ജാസ്മിൻ. ഇനി കുറച്ച് ഉണ്ട്. ഓക്കെ. പേര്? റീന, ആ, ശില്പ, ആ, ഉഷാൻ, ആ, രേഷ്മ, പ്രതിഭ. നമ്മളെ ഈ ഇൻറ്റിമേറ്റ് മാട്രിമോണി എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? 25 വർഷത്തോളായി. 25 വർഷം. തുടങ്ങി ഇവിടെ തന്നെയാണോ? അല്ല, തൃശ്ശൂരാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്, ഇരിങ്ങാലക്കുട. കണ്ണൂരുമായിട്ടല്ല, അങ്ങാണ്, തൃശ്ശൂരാണ് ബ്രാഞ്ചാണ്. ആണ്. അപ്പം ഇരിഞ്ഞാലക്കുട തുടക്കം. ഓണർ പേരെന്താണ്? അഡ്വക്കേറ്റ് PR കണ്ണൻ. അദ്ദേഹമാണ് ഈ മാട്രിമോണി തുടങ്ങിയത്, തൃശ്ശൂർ തുടങ്ങിയത് അല്ലേ? ഇപ്പം മൊത്തം എത്ര ബ്രാഞ്ചുകളുണ്ട്? 23 ബ്രാഞ്ചുകൾ. കേരളത്തിന് പുറത്തുണ്ടോ? തിരുവനന്തപുരം മുതൽ തലശ്ശേരി വരെ. ഇതുകൊണ്ട് കണ്ണൂർ ടൗൺ, കാസർഗോഡൊക്കെ പോകുന്നത് ഇല്ല, ഇനി റീസെന്റ് ഇനി വരുന്നുണ്ട്, പുതിയതായിട്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഈ ചില മാട്രിമോണി ഇന്ന വിഭാഗക്കാർക്ക് മാത്രമായിട്ട് കല്യാണ പെണ്ണിനെയും ചെക്കനെയും ശരിയായി കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എങ്ങനെയാണ്? എല്ലാ കാസ്റ്റും ഉണ്ട്? എങ്ങനെയാണ് കാര്യം? എല്ലാ കാസ്റ്റും നോക്കുന്നുണ്ടോ? ഈഴവ, മുസ്ലിം, ഇപ്പോൾ ഹിന്ദു, ക്രിസ്ത്യൻ, എല്ലാ കാസ്റ്റും നോക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ പെണ്ണ് കിട്ടാൻ വേണ്ടി ചോദിക്കണം. ഇപ്പൊ നമ്മൾ, ഞാനും മഹാബലിയൊക്കെ പല ഏജുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും. പെണ്ണ് കിട്ടാൻ വേണ്ടി ഇപ്പൊ ഏറ്റവും റിസ്ക് ഉള്ളത് എത്ര ഏജിന് ശേഷമുള്ള ആൾക്കാർ? 30 ആവുമ്പോഴത്തേക്കും കെട്ടണം. 35 പോയി തിരിഞ്ഞ് നോക്കണ്ട. ഈ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കിട്ടാനാണോ പാട് ഇപ്പൊ, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനാണ് പാട്? ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനാണ് പാട്. അതെന്താ പ്രശ്നം? അതിപ്പോ എല്ലാരും എന്ന് വെച്ചാൽ പഠിച്ച കുട്ടികളാണല്ലോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളെ കയ്യിൽ വരുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ +2 ഡിപ്ലോമ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടാവില്ല. ഇപ്പം കൂടുതലും BTech MTech എല്ലാം കഴിഞ്ഞ കുട്ടികളാണ് നമ്മളിതിൽ വരുന്നത്. അപ്പം കുട്ടികൾ അവരുടെ പഠിച്ച അതേ ഒരു വിദ്യാഭ്യാസമുള്ള ക്വാളിറ്റി ഉള്ള ചെറുക്കനെ വേണം എന്നുള്ളതാണ്. പിന്നെ ഈ നായർ, നമ്പ്യാർ അങ്ങനെയുള്ള കാസ്റ്റുകാർ ജാതകം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ജാതകം നോക്കുന്ന സമയത്ത് ചേരാറില്ല. ജാതകം നോക്കാതെ ആൾക്കാർ കഴിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മളിപ്പം നിങ്ങളുടെ ഇൻറ്റിമേറ്റ് മാട്രിമോണിയിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചിട്ടകളൊക്കെ എങ്ങനെയാണ്? ആദ്യം എങ്ങനെ പേര് രജിസ്റ്റർ ചെയ്യുക, അപ്പോൾ അതിന് ഒരു ഫീസ് അടക്കം എങ്ങനെയാണോ? നമുക്ക് ആദ്യം ഒരു ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അസിസ്റ്റന്റ് മാട്രിമോണിയാണ് നമ്മുടെ സ്റ്റാഫുകൾ തന്നെ മീഡിയേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ സർവീസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അവരെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഒരു പ്രിഫറൻസ് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിൽ നിന്ന് നമ്മൾ തന്നെ നോക്കി കണ്ടെത്തി അവർക്ക് വേണ്ടി സംസാരിച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഏകദേശം 22 കൊല്ലം, അത്രേ 25 വർഷമായിട്ട് എത്ര ആൾക്കാരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും? 5 ലക്ഷത്തിലധികം കല്യാണം നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കല്യാണം നടത്തിയ ഒരു മാട്രിമോണി എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റിമേറ്റ് ആണ്. അപ്പോൾ എന്തായാലും മഹാബലി
പാതാളത്തിൽ ആരെങ്കിലും കല്യാണം കേൾക്കുന്നതാണോ? ഈ 5 ലക്ഷം പേരെയും മാവേലി കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ തന്നെയാണല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി, ഇതെങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത്, ആരാണ് ഇത് കാണിച്ചതെന്നൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ പല ആളുകളും സന്ദർശനം നടത്തിയപ്പോൾ പറയുന്നത് ഈ മാട്രിമോണി നടത്തുമ്പോൾ നമ്മൾ ആദ്യം ഒരു കല്യാണം ഒരു ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു 1500 രൂപ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 10 അഡ്രസ്സ് തരുമെന്ന് പറയും. ആ അഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ ഒന്ന് പ്രസവിച്ച് കളഞ്ഞിട്ടുണ്ടാവും, മറ്റേത് പ്രസവിച്ചിട്ട് കൂട്ടാൻ വന്നിട്ടുണ്ടാവും, ഒന്ന് പാല് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഇത്തിരി ഇതിനോട് മാനസികമായിട്ടൊരു വെറുപ്പ് ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ മാഡത്തിന് പറയാൻ? അങ്ങനെയില്ല, കാരണം നമ്മുടെ സ്റ്റാഫുകൾ തന്നെ സംസാരിച്ചിട്ടാണല്ലോ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നില്ല, ഓൾറെഡി സംസാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം കല്യാണം കഴിയുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മളത് സൈറ്റിൽ നിന്ന് കളയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു സംഭവം വരില്ല. കല്യാണത്തിൽ നമ്മൾ ഒരു ആദ്യത്തെ കല്യാണം ഡൈവേഴ്സ് ആയതുണ്ടാവും, അല്ലെങ്കിൽ വേറെ രീതിയിൽ മാറിപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കും ലേഡീസ് ആയാലും ജെൻസ് ആയാലും എന്തായാലും ഇന്റിമേറ്റ് മാട്രിമോണിക്ക് അഭിമാനിക്കാം. കഴിഞ്ഞ 25 വർഷമായിട്ട് 5 ലക്ഷത്തിലധികം എന്ന് പറഞ്ഞാൽ 6-7 ലക്ഷം അവിടെ പോകും. അത്രയും ആൾക്കാർക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാക്കി കൊടുത്ത ഒരു മാട്രിമോണിയാണ്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് ഇതിൻ്റെ തുടക്കം കേട്ടോ. തുടക്കാരൻ്റെ പേരെന്താണ്? അഡ്വക്കേറ്റ് PR കണ്ണനാണ്. കാരണം അഡ്വക്കേറ്റ് കൂടി ആയതുകൊണ്ട് കൃത്യമായിട്ട് നിയമവശങ്ങളൊക്കെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് പെണ്ണ് കിട്ടാത്ത പ്രിയപ്പെട്ട സഹോദരന്മാർ, കല്യാണം കഴിയാത്ത പ്രിയപ്പെട്ട സഹോദരിമാർ, നല്ല വിവാഹാലോചനക്കായിട്ട് നമ്മുടെ തലശ്ശേരി NCC റോഡിൽ ഉള്ള 3rd ഫ്ലോർ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇൻറ്റിമേറ്റ് മാട്രിമോണിയിലേക്ക് വരിക, ജീവിതം ഹാപ്പി ആയിട്ട് പോവുക. അപ്പോൾ ഇനി നമ്മുടെ ഇൻറ്റിമേറ്റ് മാട്രിമോണിയുടെ വകയായിട്ട് കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണാശംസ പറഞ്ഞു. കണ്ണൂർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും തലശ്ശേരി യെസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം. താങ്ക് യു.